അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മഅല്ലാഹ്, അള്ളാഹുവിന്റെ നാമങ്ങളുടെ കൂടെ എന്ന റമദാൻ പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്ന അള്ളാഹുവിന്റെ നാമം അൽ അസീസ് അഥവാ അജയ്യൻ, പ്രതാപൻ എന്നുള്ളതാണ്. ഒരുപക്ഷെ നാം ഒരുപാട് തവണ കേട്ട, വിശുദ്ധ ഖുർആൻ തന്നെ ഏകദേശം 92 തവണ പ്രയോഗിച്ച അള്ളാഹുവിന്റെ നാമമാണ് അൽ അസീസ് എന്നുള്ളത്. അൽ അസീസ് എന്ന് പറഞ്ഞാൽ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത, ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത, എല്ലാ അധികാരങ്ങളുമുള്ള പടച്ച തമ്പുരാനെ കുറിക്കുന്ന അജയ്യൻ എന്നുള്ള പ്രയോഗമാണ് യഥാർത്ഥത്തിൽ അത്. എന്ന് മാത്രമല്ല, അതിന്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്ന മറ്റ് വിശേഷണങ്ങൾ, മറ്റ് നാമങ്ങൾ, ഇവ ചേർത്ത് പറയുമ്പോഴാണ് ഇതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. ഇപ്പൊ ഉദാഹരണമായി വഅലം അന്നല്ലാഹ അസീസുൻ ഹക്കീം എന്ന് പറയുന്നുണ്ട്. അള്ളാഹു അസീസ് മാത്രമല്ല, അള്ളാഹു ഹക്കീം കൂടിയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ പ്രതാപി അല്ലെങ്കിൽ അജയ്യൻ, ചോദ്യം ചെയ്യുവാൻ ആരുമില്ലാത്തവനാണ് എങ്കിൽ തോന്നിയതുപോലെ പ്രവർത്തിക്കുകയാണ് ചെയ്യുക. പക്ഷെ അള്ളാഹു അസീസ് ആണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നവനല്ല, ഹിക്മത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനാണ്. മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അസീസുൻ ഗഫൂർ എന്ന് പറയുന്നുണ്ട്. അജയ്യനാണ് എന്നുള്ളത് കൊണ്ട് ഒരു കരുണയുമില്ലാത്ത, ആർക്കും പുറത്തു കൊടുക്കാത്തവനല്ല അള്ളാഹു, അതോടൊപ്പം അവൻ പുറത്തു കൊടുക്കുന്നവനാണ്. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അസീസു ദുൻതിഖാം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രതികാരം ചെയ്യുവാൻ കഴിവുള്ളവനാണ്. അജയ്യനാണ് എന്നുള്ളത് കൊണ്ട് ഏതൊരു ശത്രുവിനെയും പ്രതികാരം ചെയ്യുവാനുള്ള പ്രാപ്തി അള്ളാഹുവിനുണ്ട് എന്ന് കുറിക്കുന്നുണ്ട്. അതുപോലെ ഒമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സാധാരണ ആളുകൾക്ക് പ്രതാപമുണ്ട് എങ്കിൽ അയാൾ അഹങ്കാരിയായിരിക്കും, ആളുകൾക്കൊക്കെ വെറുപ്പായിരിക്കും. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു അസീസാണ് എന്നുള്ളതോടൊപ്പം എല്ലാ ആളുകളും, എല്ലാ സൃഷ്ടികളും സ്തുതിക്കുന്നവനാണ് അള്ളാഹു എന്നൊക്കെ വിശേഷണങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം എന്നുള്ളത്. അതുകൊണ്ട് പ്രതാപം ആര് തേടുന്നുവോ, ഇഹലോകത്തും പരലോകത്തും ആർക്കാണോ പ്രതാപം വേണ്ടത്, അത് അള്ളാഹുവിൽ നിന്നാണ് തേടേണ്ടത് എന്നുകൂടി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മൻ കാന യുരീദുൽ ഇസ്സ ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ. നിങ്ങൾ ഇസ്സത്ത്, പ്രതാപം ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ അള്ളാഹുവിനുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രതാപം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ അവർ സത്യനിഷേധികളുടെ കൂടെ കൂടും, അവർക്ക് വേണ്ടത് പ്രതാപം നേടിയെടുക്കുകയാണ്. അള്ളാഹു പറയുന്നത് അവിടെയും യഥാർത്ഥത്തിൽ അള്ളാഹുവിനാണ് ഇസ്സത്ത് ഉള്ളത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ വിശ്വാസികൾക്ക് ഇസ്സത്ത് ലഭിക്കുന്നത് അള്ളാഹു അസീസ് ആയതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ഭാഷയിൽ വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോ ആർക്ക് ഇസ്സത്ത് ലഭിക്കണമെന്ന് തീരുമാനിക്കുന്ന, എല്ലാ പവറുമുള്ള സർവശക്തനാണ് അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയുക. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.